ചൈനയിലുടനീളം ലോകത്തെല്ലായിടത്തുള്ള പോലെ തന്നെ മെട്രോൻ്റെ ഒരു സിസ്റ്റം വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ്. ഇതാണ് ചോങ്ചിങ് മെട്രോ മാപ്പ്. വളരെ എലാബറേറ്റ് ആയിട്ടുള്ളൊരു മെട്രോ സിസ്റ്റമാണ് ഈ നഗരത്തിലുള്ളത്. ഇതുപോലെ ഒരുപാട് സിറ്റീസിലുണ്ട്. നമുക്ക് ഈ മെഷീൻ ഉപയോഗിച്ചിട്ട് വൺ വേ ടിക്കറ്റുകൾ എടുക്കാം. നമ്മൾ ഒരു കാർഡ്, ട്രാൻസ്പോർട്ട് കാർഡ് എടുക്കാനുള്ള ശ്രമത്തിലാണ്. ഇവിടുന്ന് അപ്രോച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ അവരോട് നമ്മൾ കാര്യം പറഞ്ഞപ്പം 25 യുവാൻ. ഇതൊരു QR കോഡ്, ആലിപേ എന്ന് പറഞ്ഞൊരു ടൂളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ 25 യുവാൻ വെച്ച് നമ്മൾ 4 പേർക്ക് 100 യുവാൻ ആണ് അതിൻ്റെ ചാർജ്. അത് തിരിച്ച് റീഫണ്ട് കിട്ടില്ല എന്നൊക്കെയാണ് അവർ പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. അത് ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. നമ്മളെ നാട്ടിലൊക്കെ ഈ QR കോഡ്, മെർച്ചൻറ്റിൻ്റെ QR കോഡ് നമ്മൾ സ്കാൻ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമ്മളൊരു QR കോഡ് ജനറേറ്റ് ചെയ്തിട്ട് അത് അവർ സ്കാൻ ചെയ്യുന്നൊരു സിസ്റ്റവും അവൈലബിളാണ്. അപ്പോൾ കാർഡ് കിട്ടി. ഈ കാർഡ്, ഇങ്ങനത്തെ കാർഡ് എല്ലാ മേജർ ചൈന സിറ്റീസിലും ഇതുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഇത് ബസ്, ട്രാം, മെട്രോ, ഫെറി എല്ലാത്തിനും ഉപയോഗിക്കുക എന്നുള്ളതാണ്. അകത്ത് കയറുന്ന സിസ്റ്റമൊക്കെ ലോകത്തെല്ലായിടത്തും ഏകദേശം. ഇതിൽ ബാലൻസ് എമൗണ്ട് അവിടെ കാണിക്കും. താഴോട്ടിറങ്ങിയാൽ പ്ലാറ്റ്ഫോമിലെത്തും. ഇത് ചോങ്ചിങ് ഈസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ളൊരു ചെറിയ ടൗണാണ്. ചെറിയൊരു മെട്രോ സ്റ്റേഷനാണ് ഇവിടുത്തത്. ഇങ്ങനെയുള്ള ഡിസ്പെൻസേഴ്സൊക്കെ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഇവിടെയുള്ള നമ്മളെ വാട്സാപ്പ് പോലെ ഇവിടെയുള്ളൊരു WeChat ഉണ്ട്. അതിൽ WeChat പേ എന്ന് പറഞ്ഞ സിസ്റ്റം ഉണ്ട്. അല്ലെങ്കിൽ ആലിപേ യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ ഷെൻഷ്യാവോ എന്ന് പറഞ്ഞ സ്റ്റേഷനിലാണ്. ഇവിടുന്ന് നമുക്ക് നേരെ സിറ്റി ഭാഗത്തേക്ക് പോകാം. ഇതിൽ ഈ ഇടയ്ക്ക് കാണുന്നതൊക്കെ കണക്ഷൻ പോയിൻറ്റ്സ് ആണ്. മറ്റുള്ള ലൈൻ 5, 3, 10, 9, 1 ഈ ലൈനുകളിലേക്കൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള സ്റ്റേഷൻസാണ് അവിടെയൊക്കെ ഉള്ളത്. പൊതുവേ ചൈനയിലെ മെട്രോകളൊക്കെ നല്ല തിരക്കുണ്ടാവും. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടും ഇതൊരു സ്റ്റേഷന് ഒരു ലൈൻ തുടങ്ങുന്ന ഭാഗമായതുകൊണ്ടും വലിയൊരു തിരക്ക് കാണുന്നില്ല. നമുക്കൊരു ലൈന് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ മിക്കവാറും ഇതേപോലെ ട്രാൻസ്ഫർ ലൈൻ അവിടെ കാണിച്ചിട്ടുണ്ടാകും. ആ ഡയറക്ഷൻ നമ്മൾ ഫോളോ ചെയ്താൽ മതി. നമ്മൾ ഒരിക്കൽ ടാപ്പ് ഇൻ ചെയ്താൽ പിന്നെ അവസാനത്തെ സ്റ്റോപ്പിൽ ടാപ്പ് ഔട്ട് ചെയ്ത് എക്സിറ്റ് ചെയ്താൽ മതി. ഇതിൻ്റെ അകത്ത് ഇൻ്റർചേഞ്ചുകൾക്കൊന്നും പിന്നെ നമ്മൾ കാർഡ് ടാപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ സ്റ്റേഷനിൽ എക്സിറ്റ് ചെയ്യേണ്ടവർ ഇതിൽ എക്സിറ്റ് ആവും. നമ്മൾ പക്ഷേ ഈ ട്രാൻസ്ഫർ ഡയറക്ഷൻസ് നോക്കിയിട്ട് ലൈൻ 1 ട്രാൻസ്ഫറിലേക്ക് നേരെ പോകും. മെട്രോ ആകുമ്പോൾ ഒരുപാട് നമ്മൾ നടക്കും. ഒരു ദിവസം നമ്മൾ എത്ര നടന്നു എന്നുള്ളത് മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇവരുടെ ഡേ ടു ഡേ ലൈഫിൽ ഇങ്ങനത്തെ സിറ്റീസിൽ താമസിച്ച് പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്ന ആളുകൾ ഡെയിലി നല്ലൊരു ദൂരം ശരിക്കും പറഞ്ഞാൽ നടക്കുന്നുണ്ടാവും. ഇവിടെ നമ്മൾ ഏത് ഡയറക്ഷനിലേക്കാണ് പോകേണ്ടതെന്നുള്ളത് മാപ്പ് നോക്കി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് നാവിഗേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളുടെ മെട്രോ ഇതാണ്. ആസ് യൂഷ്വൽ ഔട്ട്സൈഡ് കയറുന്നവർ നിൽക്കുക, മിഡിലിൽ ഇറങ്ങുന്നവർക്ക് സൗകര്യം ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു റൂൾ. പിന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എക്സിറ്റിൻ്റെ ഈ മാർക്ക് കാണാം, അത് ഫോളോ ചെയ്യാം. എല്ലാ മെട്രോ സ്റ്റേഷനുകളിലും ഇങ്ങനെ മാപ്പ് ഉണ്ടാവും. നമുക്ക് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടുന്ന് കിട്ടും.
ഇതിപ്പോൾ നമുക്ക് സൗത്ത് സൈഡിലാണ് ഈ സ്റ്റേഷൻ്റെ എക്സിറ്റ്, സൗത്തിലാണ് പോകേണ്ടത്. അതുകൊണ്ട് എക്സിറ്റ് 4 ആണെന്നറിയാം. അപ്പോൾ ഇനി നമ്മൾ ആ ഒരു എക്സിറ്റ് കണ്ടുപിടിച്ചാൽ മതി. എക്സിറ്റ് 4. പെട്ടിയൊക്കെ അവിടെ വെച്ച് പോകണമെങ്കിൽ ലോക്കർ സൗകര്യമുണ്ട്, ഡിജിറ്റൽ ലോക്കർ സൗകര്യമുണ്ട്. അതാണ് എക്സിറ്റ്. ഇപ്പോൾ നമ്മൾ എക്സിറ്റ് കറക്റ്റായിട്ട് എടുത്തില്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടാവും. അത് കറക്റ്റ് നോക്കിയിട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ എക്സിറ്റ് ചെയ്യാണ്. അപ്പോൾ ഞാനിവിടെ ടാപ്പ് ചെയ്തു. 360 RMB അല്ലെങ്കിൽ യുവാൻ ആണ് കോസ്റ്റ് വന്നത്. ഏകദേശം നമ്മളൊരു 40 ചില്ലാനും രൂപ. ചൈനയിലെ പഴയ മെട്രോ സ്റ്റേഷനുകളിൽ ശരിക്കും ഇങ്ങനെ എക്സിറ്റ് ചെയ്യുന്നിടത്തൊക്കെ എസ്കലേറ്ററുകൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ലിഫ്റ്റ് സൗകര്യം ഉണ്ടാവില്ല. ലഗേജൊക്കെ ആയിട്ട് വരുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇപ്പോൾ പുതിയ എല്ലാ മെട്രോ സ്റ്റേഷനുകളിലും ഇങ്ങനത്തെ സംവിധാനങ്ങളും സൗകര്യങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ട്. നമ്മൾ പുറത്തെത്തി, സ്ട്രീറ്റ് ലെവലിലെത്തി. അപ്പോൾ ഇതാണ് മെട്രോ യൂസ് ചെയ്യുന്ന വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡ്.